ഒരു മുഴം മുല്ലപ്പൂവിന് എത്ര രൂപ വരെ നൽകാം? സീസണായാൽ 100ഉം 200ഉം കൊടുത്ത് മലയാളികൾ വാങ്ങിക്കാറുണ്ടല്ലേ. എന്നാൽ പ്രശസ്ത സിനിമാ നടി നവ്യ നായർക്ക് മുല്ലപ്പൂവിന് വേണ്ടി നൽകേണ്ടി വന്നത് 100ഓ 200ഓ അല്ല, 1.25 ലക്ഷത്തോളം രൂപയാണ്. കൺഫ്യൂഷൻ ആവേണ്ട, സംഭവം നടന്നത് അങ്ങ് ഓസ്ട്രേലിയയിലാണ്. കഴിഞ്ഞ ദിവസമാണ് മുല്ലപ്പൂവ് കൈവശം വെച്ചതിന് നടി നവ്യ നായരിൽ നിന്ന് ഓസ്ട്രേലിയയിലെ മെൽബൺ രാജ്യാന്തര വിമാനത്താവളം പിഴ ഈടാക്കിയത്. വിക്ടോറിയയിലെ മലയാളി അസോസിയേഷന്റെ ഓണപ്പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു നവ്യ. സംഭവം സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വൈറലായതിനു പിന്നാലെ എയർപോർട്ടിൽ നിന്നടക്കമുള്ള തന്റെ ദൃശ്യങ്ങൾ പങ്കുവച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് താരം. ഫൈൻ അടക്കുന്നതിന് തൊട്ടു മുൻപുള്ള പ്രഹസനം എന്നാണ് തമാശ രൂപേണ നവ്യ പോസ്റ്റിന് ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത്. വിമാനത്താവളത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിന്റെയും ഫ്ലൈറ്റിൽ കയറുന്നതിന്റെയും ഷോപ്പിംഗിന്റെയും ദൃശ്യങ്ങളാണ് നവ്യ പങ്കുവച്ചത്. ദൃശ്യങ്ങളിലും കേരള സാരിയുടുത്ത് തലയിൽ മുല്ലപ്പൂ ചൂടിയാണ് നവ്യയുള്ളത്. ഓണം മൂഡ് എന്ന പാട്ടുമായാണ് നവ്യ വീഡിയോ പങ്കുവച്ചത്. വീഡിയോക്ക് താഴെ കമന്റുകളുമായി രമേശ് പിഷാരടി അടക്കമുള്ളവരും എത്തി. ഐ ആം ഫൈൻ, താങ്ക് യു എന്നാണ് രമേശ് പിഷാരടി തമാശയായി കുറിച്ചത്. നവ്യയുടെ ആരാധകരും കമന്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ ഫൈൻ അടക്കട്ടെ, വരൂ നമുക്ക് അടുത്ത റീൽസ് കാണാം. ഏത് മൂഡ്? ഫൈൻ മൂഡ്. 1.25 ലക്ഷത്തിന്റെ തല എന്നിങ്ങനെ നീളുന്നു വീഡിയോക്ക് താഴെയുള്ള രസകരമായ കമന്റുകൾ. ഓണപരിപാടിയിൽ സംസാരിക്കവേ നവ്യ തന്നെയാണ് പിഴയടച്ച അനുഭവം പങ്കുവച്ചത്. 15 സെന്റിമീറ്റർ നീളമുള്ള മുല്ലപ്പൂവാണ് തന്റെ പക്കൽ ഉണ്ടായിരുന്നതെന്ന് നവ്യ പറഞ്ഞു. $1980, അതായത് 1.25 ലക്ഷത്തോളം രൂപ പിഴയടക്കാൻ ആവശ്യപ്പെട്ടു. മുല്ലപ്പൂവ് കൊണ്ടുപോകാൻ പാടില്ല എന്ന നിയമം തനിക്ക് അറിയില്ലായിരുന്നുവെന്നും നവ്യ വ്യക്തമാക്കി. ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് അച്ഛനാണ് തനിക്ക് മുല്ലപ്പൂവ് വാങ്ങിത്തന്നതെന്നും 2 കഷ്ണങ്ങളാക്കി മുറിച്ച മുല്ലപ്പൂവിന്റെ ഒരു കഷ്ണം കൊച്ചി മുതൽ സിംഗപ്പൂർ വരെ ചൂടണമെന്നും സിംഗപ്പൂരിൽ നിന്ന് രണ്ടാമത്തെ കഷ്ണം ചൂടാമെന്നും അച്ഛൻ പറഞ്ഞതായി നടി പറയുന്നു. From Cochin to Singapore. By then it will be spoiled because it's fresh flower. So keep the another piece in your bag, in your handbag. Within a small carry bag, I did it. And once I landed Singapore to Melbourne, the fresh flower I again put, thinking that I'm going to get a wow. But the thing is that I have done the infringement of law. It was an honest mistake. So I just wanted to say it out in a normal way, and I'm trying to put it out in this way. It's nothing to hurt anybody, no pun intended. But then I know that ignorance is something, a severe thing that it's not something where I can excuse or I may get an excuse. But then, sir, I would like to request all of you who are present here from the ministry of this country. I would like to request that I am a distinguished guest for this program, and I had no intention to bring in any problem to the biodiversity restrictions of this country. And I had been fined $1,980 for carrying 15 centimeters of jasmine flower. I know that 15 സെന്റിമീറ്റർ മുല്ലപ്പൂ കൊണ്ടുവന്നതിന് അധികൃതർ ആവശ്യപ്പെട്ടത് 1.25 ലക്ഷത്തോളം രൂപയത്രേ. അറിയാതെ ചെയ്ത തെറ്റാണെന്നും അറിവില്ലായ്മ ഒഴിവുകഴിവല്ലെന്നും ആവർത്തിച്ച നടി തന്നോട് കരുണ കാണിക്കണമെന്നാവശ്യപ്പെട്ട് ഓസ്ട്രേലിയൻ ഗവൺമെന്റിന് മെയിൽ അയച്ചെന്നും ഓണപരിപാടിക്കിടെ നടന്ന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. ചുരുക്കി പറഞ്ഞാൽ മുല്ലപ്പൂവ് നൽകിയ ഈ പിഴയുടെ അനുഭവം നടിയുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മയാകുമെന്ന് ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക് MC ന്യൂസ്. MC ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.